വിവോയുടെ വിവോ X200 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X200 FE എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ X200 FE 5Gയിൽ 6.31 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരിക 6.31 ഇഞ്ച് മാത്രമായിരിക്കും. ആ ഒരു സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തതിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ സൈസ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസാണ്. അപ്പം അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ OLED പാനലായിരിക്കും ഇതിൽ വരിക. LTPO എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 9400E എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു പ്രോസസ്സർ ഇപ്പം അനൗൺസ് ചെയ്തിട്ടില്ല. എന്നാലും പറയപ്പെടുന്നത് ഈ ഒരു പ്രോസസ്സർ MediaTek Dimensity 9300+ എന്ന പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ്. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറൊന്നും ആയിരിക്കില്ല ഇതിൽ വരിക. കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. റീബ്രാൻഡഡ് വെർഷൻ ആണ് എന്നുണ്ടെങ്കിൽ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് ഇതിലുണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിലുണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. 50 MP മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. OSൻ്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 50 MP ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ക്യാമറ സ്പെസിഫിക്കേഷനൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ X സീരീസിൽ വരുന്ന ഫോണാണ്. പൊതുവേ X സീരീസിൽ വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചൈനീസ് മാർക്കറ്റിൽ ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിരുന്ന വിവോ X200 Pro Mini എന്ന സ്മാർട്ട് ഫോണിൽ 5700 mAh ബാറ്ററിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിൻ്റെ ചെറിയ ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും ഈ ഒരു ഫോൺ. അപ്പം ഈ ഒരു ഫോണിലും ഏകദേശം ആ ഒരു ബാറ്ററി കപ്പാസിറ്റിയൊക്കെ തന്നെ വന്നേക്കാം. പിന്നെ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നതായിരിക്കും. നല്ലൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ട് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ട് ചൈനീസ് മാർക്കറ്റിൽ വിവോ S30 Pro Mini എന്ന പേരിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള വിവോ X200 Pro Mini എന്ന ഫോണിൻ്റെ ഒരു ചെറിയ ട്യൂക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. എക്സാക്ട് സെയിം ഫീച്ചേഴ്സ് ആയിരിക്കില്ല വരിക. ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. പ്രോസസ്സറിലും ക്യാമറയിലൊക്കെ ചെറിയ ഡിഫറൻസ് വരും. എന്തായാലും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്ന കോമ്പാക്റ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല പ്രോസസ്സറുള്ള ഒരു ഫോണായിരിക്കും ഈ ഒരു ഫോൺ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55,000-60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ വില വന്നേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്തായാലും വിവോയുടെ X200 FE 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.